ടൈമാണ് ഈ 4 മിനിറ്റിനുള്ളിൽ അവർ ഔട്ട് കിക്ക് എടുക്കുന്ന എത്ര സമയം. അതാണ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ. ആളിനെ ബ്ലോക്ക് ചെയ്ത് നിന്നു ഒരു ഔട്ട് കിക്കായി. അവസാന മിനിറ്റിലേക്ക് കടക്കുന്നു. ഇഞ്ചുറി ടൈമിന്റെ അവസാന മിനിറ്റിലേക്ക് കടക്കുന്നു ഈ മത്സരം. സന്ദീപ് നന്ദിയുടെ കിക്ക് ഹെഡറിലൂടെ തിരിച്ചു നൽകുന്നു ഇയാൻ ഹ്യൂമിനായി. നെസ്റ്റ ഷൈജു, ഇത് നമ്മുടെ ഏറ്റവും വലിയ വിജയം എന്ന് പറഞ്ഞത് നമ്മൾ ഗോൾ അടിച്ചിട്ട് ഒരിക്കലും ഡിഫെൻഡ് ചെയ്യാൻ നിന്നിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡിഫെൻഡ് ചെയ്യാനില്ല, അറ്റാക്ക് തന്നെ ചെയ്യണം. നല്ല ചാൻസുകൾ നമുക്ക് ഇഷ്ടംമാതിരി, അവരെക്കാളും നല്ല ചാൻസ് നമുക്കാണ് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ടാണ് നമുക്ക് ഈ കളിയിലെ ഏറ്റവും നല്ല ഫുട്ബോൾ കാണാൻ പറ്റിയത്. ബെർണാഡ് മെൻഡിയുടെ പാസ് ഒരു മിസ് പാസായി കലാശിക്കുന്നു. ഗുർവീന്ദറിന്റെ കൃത്യമായ ഇന്റർസെപ്ഷൻ. ഇയാൻ ഹ്യൂം ഒന്നാം തരമായി മറിച്ചു നൽകുന്നു ഗുർവീന്ദറിന്. മറുപുറത്ത് സുശാന്ത് മാത്യു. സുശാന്ത് മാത്യു, നിങ്ങളിത് കാണുക. ഒരു മലയാളിയുടെ സൂപ്പർ ഡ്യൂപ്പർ ഗോൾ. സുശാന്ത് മാത്യു ഈ സ്റ്റേഡിയത്തെ ആരവങ്ങളിൽ മുക്കുന്നു, ആഹ്ലാദാരവങ്ങളിൽ പൊട്ടിത്തെറിക്കുന്നു. കൊച്ചിയിലെ സ്റ്റേഡിയം പകരക്കാരനായി എത്തിയ ഒരു മലയാളിയുടെ ബൂട്ടിൽ നിന്നും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഏറ്റവും മികച്ച ഗോൾ പിറന്നിരിക്കുന്നു. മൂന്നാമത്തെ ഗോൾ 94-ാം മിനിറ്റിൽ സുശാന്ത് മാത്യു. നല്ലൊരു ഗോള്, വേൾഡ് ക്ലാസ് ഗോള്. കാരണം ഹ്യൂമിന്റെ നല്ല പാസും നല്ല ട്രാപ്പിൽ നല്ലൊരു കർവിംഗ് ഷോട്ട്, ബെസ്റ്റ് ആയിട്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞു, എന്തെങ്കിലും ചെയ്യാൻ പറ്റിയാൽ ഇപ്പൊ ചെയ്യണം. ഇത്രയധികം ജനങ്ങളുടെ വേറൊരു ചാൻസ് കിട്ടില്ല. നല്ലൊരു സ്കില്ല്, നല്ലൊരു പ്ലേസിംഗ്, വേൾഡ് ക്ലാസ് ഗോൾ എന്ന് പറയാം. ആ സ്കില്ല് നോക്ക് ഷൈജു, നോക്ക്. സുന്ദരമായി സുശാന്ത് മാത്യുവിന്റെ ഇടങ്കാലിൽ നിന്നും ഒരു മഴവില്ല് പുറപ്പെടുന്ന കാഴ്ച. അത് താഴേക്ക് പറന്നിറങ്ങി ചെന്നൈയിൻ എഫ്സിയുടെ ഗോൾ വലയെ മുത്തമിടുന്ന കാഴ്ച. സുശാന്ത് മാത്യു, കേരളത്തിന്റെ ഹീറോ, ബ്ലാസ്റ്റേഴ്സിന്റെ ഹീറോ, ഈ ഗാലറിയുടെ ഹീറോ സുശാന്ത് മാത്യു. സന്ദീപ് നന്ദിയുടെ ആഹ്ലാദം. വയനാടിന്റെ ഹീറോ, കേരളത്തിന്റെ ഹീറോ സുശാന്ത് മാത്യു. ഞാൻ പറഞ്ഞ പോലെ ഇപ്പോഴാണ് ചെയ്യാൻ പറ്റുക. എന്തെങ്കിലും ഇത്രയധികം ജനങ്ങളുടെ മുന്നിൽ കളിക്കാൻ പറ്റിയൊരു അവസരം മിസ്യൂസ് ചെയ്യാൻ പാടില്ല. പക്ഷെ അത് കറക്റ്റ് ആയിട്ട് സുശാന്ത് മാത്യു ചെയ്തു. നല്ലൊരു വേൾഡ് ക്ലാസ് ഗോൾ എന്ന് വേണമെങ്കിൽ പറയാൻ.